ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ജനുവരി 30 വെള്ളിയാഴ്ച എത്തിയിട്ടുള്ള മലയാള സിനിമയാണ് പ്രകമ്പനം. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സാഗർ സൂര്യ, ഗണപതി, അമീൻ, രാജേഷ് മാധവൻ, മല്ലിക സുകുമാരൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. കേരളത്തിൽ ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടത്ര സ്ക്രീൻ കൗണ്ട് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആദ്യ ദിവസം മെച്ചപ്പെട്ട കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടില്ല. അതേസമയം ഇന്നലെ രാത്രിയോടെ ഈ സിനിമയ്ക്ക് 75ഓളം സ്ക്രീനുകൾ അധികമായി കേരളത്തിൽ ചാർട്ട് ചെയ്തിരുന്നു. ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 34 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 4 ലക്ഷം രൂപയും മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് 3,10,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ കളക്ഷനായി ഇന്നലെ ഈ സിനിമ 41 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ഇനി രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്നലത്തെ അപേക്ഷിച്ച് സ്ക്രീനുകളും കളക്ഷനും കൂടിയിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയ്ക്ക് കേരളത്തിൽ 75 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസത്തെ കേരള കളക്ഷനായി ഈ സിനിമ 1,15 ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലുമാണ്. ഇന്നലെ ജനുവരി 30 വെള്ളിയാഴ്ച എത്തിയിട്ടുള്ള മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ഷാജി നടേശൻ നിർമ്മിച്ച ഈ സിനിമ ജീത്തു ജോസഫാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ബിജു മേനോൻ, ജോജു ജോർജ്, ലെന, ലിയോണ ലിഷോയ്, ഷാജു ശ്രീധർ, നിരഞ്ജന അനൂപ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് 90 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 15 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 1,05 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 70 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ ദിവസം ലോകമെമ്പാടുമായി 1,75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇനി രണ്ടാം ദിവസം എന്ന ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഈ സിനിമ ഏകദേശം 80-85 ലക്ഷം റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ 2 ദിവസം കൊണ്ട് 1,70 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3-3.5 കോടി റേഞ്ചിലുമാണ്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 തിയേറ്ററിലെത്തി നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ചത്ത പച്ച. ചിത്രത്തിൽ അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ നായർ, ഇഷാൻ ഷൗക്കത്ത്, സിദ്ദീഖ്, ലക്ഷ്മി മേനോൻ, മമ്മൂട്ടി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയ 10ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഏകദേശം 40 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 15,50 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 10 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 34,50 ലക്ഷം റേഞ്ചിലുമാണ്. ഇന്നലെ ജനുവരി 30 വെള്ളിയാഴ്ച എത്തിയിലെത്തിയ ബോളിവുഡ് സിനിമയാണ് മർദാനി 3. അഭിരാജ് മിനാബാല സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റാണി മുഖർജി, മല്ലിക പ്രസാദ്, ജിഷു സെൻഗുപ്ത, ജാങ്കി ബോഡിവാല എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 4,78 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 2,50 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 7,28 ലക്ഷം രൂപയാണ്. 60 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. രണ്ടാം ദിവസമായിരുന്ന ശനിയാഴ്ച ഈ സിനിമ ലോകമെമ്പാടുമായി 9 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 16 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സംഭാഷണങ്ങളൊന്നുമില്ലാത്ത ഒരു നിശബ്ദ ചിത്രം ഇന്നലെ തിയേറ്ററിലെത്തിയിരുന്നു. കിഷോർ പാണ്ഡുരംഗ് ബലേക്കർ തിരക്കഥ സംവിധാനം ചെയ്ത ഗാന്ധി ടോക്സ് എന്ന ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിത്രത്തിൽ വിജയ് സേതുപതി, അരവിന്ദ് സ്വാമി, അതിഥി റാവു എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ തമിഴ്നാട്ടിൽ നിന്ന് 80 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 10 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. കേരളത്തിൽ 3 ലക്ഷം നേടിയ ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 18 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ആദ്യ ദിവസം ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 1,11 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ജനുവരി 23 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ബോർഡർ 2. സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 281,25 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 9ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 20 കോടി റേഞ്ചിലാണ്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 300 കോടി മറികടന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 345 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. തല അജിത്ത് നായകനായി വെങ്കട്ട് പ്രഭു തിരക്കഥ സംവിധാനം ചെയ്ത് 2014 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് മങ്കാത്ത. ഈ സിനിമ റീ റിലീസായി വീണ്ടും തിയേറ്ററിലെത്തി വമ്പം വിജയമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ഇന്നലെ വരെയുള്ള 8 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 14,42 ലക്ഷം രൂപയും കർണാടകയിൽ 75 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 21 ലക്ഷം ഉൾപ്പെടെ 15,38 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 8 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. കാർത്തി നായകനായി നളൻ കുമാരസ്വാമി തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 14 തിയേറ്ററിൽ പരാജയം ഏറ്റുവാങ്ങിയ വാ വാത്തിയർ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ക്ലോസിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 10,53 ലക്ഷം, കേരളത്തിൽ 62 ലക്ഷം, കർണാടകയിൽ 1,58, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 19 ലക്ഷം എന്നിങ്ങനെ 12,92 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 90 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 13,82 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത്. 40 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് 6,25 ലക്ഷം രൂപയാണ് ഷെയറായി ലഭിച്ചിട്ടുള്ളത്. ജനുവരി 23 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ദ്രൗപദി 2. റിച്ചാർഡ്, രക്ഷണ, ഇന്ദുചൂടൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഈ സിനിമ സംവിധാനം ചെയ്തത് മോഹൻ ജിയാണ്. ഈ സിനിമയുടെ ആദ്യ 7 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2,29 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിഘ്നേഷ് കാർത്തിക് തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 23 തിയേറ്ററിലെത്തിയ ഹോട്ട്സ്പോട്ട് ടൂ മച്ച് എന്ന തമിഴ് സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിൽ പ്രിയ, ഭവാനി ശങ്കർ, MS ഭാസ്കർ, തമ്പി രാമയ്യ, അശ്വിൻ കുമാർ, ഭവാനി ശ്രീ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 1,84 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്.
പൊങ്കൽ റിലീസ് ചിത്രങ്ങളിൽ വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന തെലുങ്ക് സിനിമയാണ് മന ശങ്കരവരപ്രസാദ് ഗാരു. ചിരഞ്ജീവി നായകനെ അനിൽ രവിപ്പൊടി തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 12 തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 19 ദിവസം കൊണ്ട് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 215,86,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 21,73,00,000, തമിഴ്നാട്ടിൽ നിന്ന് 3,04,00,000 രൂപ, കേരളത്തിൽ നിന്ന് 10 ലക്ഷം എന്നിങ്ങനെ 244,05,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് $4.59 മില്യൺ കളക്ട് ചെയ്തത്. 42,17,00,000 രൂപ. ടോട്ടൽ 286,22,00,000 രൂപയാണ് 19 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. പൊങ്കൽ റിലീസായി ജനുവരി 9 തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ തെലുങ്ക് സിനിമയാണ് രാജാ സാബ്. പ്രഭാസ് നായകനായി മാരുതി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് 206 കോടി രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുക്കാനായത്. ഈ സിനിമയുടെ OTT റിലീസ് തീയതി പുറത്തു വന്നിട്ടുണ്ട്. ഫെബ്രുവരി 7 ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഹിന്ദി, കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ 5 ഭാഷകളിലായി ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. പൊങ്കൽ റിലീസായി തിയേറ്ററിലെത്തിയ നാരി നാരി നദമ മുരാരി എന്ന തെലുങ്ക് സിനിമയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. ഫെബ്രുവരി 4 ആമസോൺ പ്രൈം വഴി ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നിലവിൽ ഹിറ്റ് പട്ടികയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞ ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തെലുങ്ക് നാട്ടിൽ നിന്ന് 24,35,00,000 രൂപയും, കർണാടകയിൽ നിന്ന് 1,11,00,000, തമിഴ്നാട്ടിൽ നിന്ന് 18 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 12 ലക്ഷം എന്നിങ്ങനെ 25,76,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് 7,70,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 33,46,00,000 രൂപയാണ് 15 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. 10,25,00,000 ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഷെയറായി നേടിയെടുത്തിരിക്കുന്നത് 16 കോടി രൂപയാണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രോഫിറ്റ് ആയിട്ട് 5,75,00,000 രൂപ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.